കേരളാസ് നമ്പർ 1 FM സ്റ്റേഷൻ ക്ലബ് ഓഫ് എം 104.8 ഞാൻ RJ വിനീതാണ്. സ്വഭാവവും മനോഭാവവും എന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു രചയിതാവ് കെ ജയരാജൻ മാഷാണ് നമ്മോടൊപ്പം കൂടിയുള്ളത്. ഒരുപാട് സംവാദ സദസ്സുകൾക്ക് ഒരു വിഷയമായി തീർന്നിരിക്കുന്ന ഒരു പുസ്തകമാണ് സ്വഭാവവും മനോഭാവവും എന്നുള്ളത്. ആൻഡ് മുൻ അധ്യാപകനും എഴുത്തുകാരനുമായിട്ടുള്ള മാഷാണെന്ന് നമ്മുടെ വന്നിരിക്കുന്നത്. ജയരാജൻ മാഷെ, നമസ്കാരം, സ്വാഗതം ഒരിക്കൽ കൂടി. ഓക്കെ മാഷെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് ഈ സ്വഭാവവും മനോഭാവവും എന്നുള്ള ആ ഒരു പേരിൽ വന്നിരിക്കുന്ന ആ ഒരു പുസ്തകത്തിൻ്റെ സത്ത എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? നമ്മളെ ഒരു മരത്തെ, ഒരു മാവിനെ കാണുമ്പോൾ പല ആളുകളും പല രീതിയിലാണ് കാണുക. ഒരു കുട്ടി കണ്ടാൽ അവൻ ചോദിക്കും, ഇത് മൂവാണ്ടമാവാണോ, പുളിമാവാണോ, ഒട്ടുമാവാണെങ്കിൽ ഏതൊരു ഒട്ടുമാവാണ്. അതായത് അവനെപ്പോഴും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച്, ഇനി പൂച്ചെടിയാണെങ്കിൽ പൂവിനെ കുറിച്ചിട്ടാണ് അവൻ ചിന്തിക്കുന്നുണ്ട്. അതേസമയം ഒരു മരക്കച്ചവടക്കാരൻ വന്നാൽ ആദ്യം നോക്കുക അതിൻ്റെ തടിയിലേക്കാവും. ആദ്യമല്ല, അയാൾ എപ്പോഴും തടിയിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. ആ തടിയുടെ വണ്ണം, നീളം, അതിന് എത്ര കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ നോക്കുള്ളൂ. കൃഷിക്കാരന് അതിൽ നിന്ന് ലഭിക്കുന്ന തോല്, എത്രമാത്രം തോല് ലഭിക്കും, അതിപ്പുണ്ടോയെന്നറിയില്ല. എന്തായാലും ഒരു തണലിന് വേണ്ടിയിട്ട് ആളുകൾ, വഴിയാത്രക്കാരൊക്കെ ഒരു തണലിന് വേണ്ടിയിട്ട് എപ്പോഴും ഈ മരങ്ങളെ ആശ്രയിക്കാറുണ്ട്. അവൻ തണൽ വൃക്ഷം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകളും അയാളുടെ അഭിരുചികൾക്ക്, അയാളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് ഒന്നിനെ കാണുക. ഇതാണ് ഏതാണ്ട് ഈ മനോഭാവത്തിൻ്റെ ഒരു തലം എന്ന് പറഞ്ഞാൽ. ഈ കാണുന്ന ആളുകളുടെയൊക്കെ ബുദ്ധി ഒന്ന് തന്നെയാണ്. അതേസമയം അയാളുടെ അഭിരുചികൾക്ക് വ്യത്യാസങ്ങളുണ്ട്. അതേസമയം ഒരു മരം, ഒരു മാവ് അതായിട്ട് നിൽക്കുന്നത്, അതിൽ വേരുണ്ട്, തടിയുണ്ട്, ഇലയുണ്ട്, പൂവുണ്ട്, കായുണ്ട്, അങ്ങനെയാണ് അത് വളരുന്നുണ്ട്, പ്രത്യുൽപാദനം ചെയ്യുന്നുണ്ട്, ഓരോരോ കാലത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സ്വഭാവം. ആ സ്വഭാവത്തെ നമ്മൾ കാണുന്നില്ല. നമ്മളൊരു മരത്തെ അതായിട്ട് കാണുക, അതായത് ഒരു മാവിനെ മാവായിട്ട് കാണുക, അതിൻ്റെ പൂർണ്ണതയിൽ കാണുക, അതിനെ സമഗ്രമായിട്ട് കാണുക. അതേപോലെ തെങ്ങിനെ തെങ്ങായിട്ട് കാണുക, ഓരോന്നിനെയും ഓരോന്നായിട്ട് അങ്ങനെ കാണുക. അപ്പോൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന്മാരും ഇതേപോലെ തന്നെയാണ്. അവരും പിന്നെ വളരെ വ്യത്യസ്ത കഥാപാത്രങ്ങളാവും. സാമൂഹിക ജീവിതത്തിൽ ഈ വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് ഈ സാമൂഹിക ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുന്നത് എന്ന് വേണമെച്ചാൽ നമുക്ക് കാണാം. അതല്ലെങ്കിൽ ഈ വ്യത്യസ്ത കഥാപാത്രങ്ങൾ സമൂഹത്തെ മുഴുവൻ വികൃതമാക്കാണ്, അങ്ങനെയും കാണാം. പക്ഷേ ഇത് ഈ വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് ഒന്നിനെ സുന്ദരമാക്കുന്നത്. ഈ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ ഒരു കൂട്ടായ സ്വഭാവം, ഒരുമിച്ചുള്ള സ്വഭാവം, അങ്ങനെ ആ രീതിയിൽ കാണുമ്പോൾ അതാണ് നമ്മളെ ഹ്യൂമൻ എന്നുള്ള, അതായത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു തലത്തിൽ വരുന്നത്. ഒരു മനുഷ്യന് സ്വഭാവമുണ്ട്, മനോഭാവമുണ്ട്. ഇത് രണ്ടും പരസ്പരം പിന്നെ സഹായിച്ച് നിലനിൽക്കുകയും സമൂഹത്തിനെ കൂടുതൽ ആരോഗ്യത്തോടു കൂടി സുന്ദരമാക്കി തീർക്കാനുള്ള കാരണമാവുകയും ചെയ്യുന്നത്. മനോഭാവം ഉണ്ടാകുമ്പോൾ മാത്രമേ സ്വഭാവത്തിന് വളരാൻ കഴിയുള്ളൂ. സ്വഭാവം ഉണ്ടാകുമ്പോഴാണ് ഇത് മനോഭാവത്തിന് വളരാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു മാവിനെ മാവായിട്ടും കാണണം, മാവിനെ അതേസമയം തടിയായിട്ടും കാണണം, അതിൻ്റെ ഈ വ്യത്യസ്ത കായകളായിട്ടും വ്യത്യസ്ത പൂക്കളായിട്ടും അങ്ങനെയും കാണണം. ഇത് രണ്ടും കാണാതിരിക്കരുത്. നമ്മൾ അതിൻ്റെ മുകളിൽ തല്ലുകൂടേണ്ട കാര്യമില്ല. അപ്പോൾ പണ്ട് ഈ ആനയുടെ കാണാൻ പോയ അന്ധന്മാരുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു കഥയിലേക്കാണ് നമ്മൾ വരുന്നത്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഓഫ് എം 104.8 ഞാൻ RJ വിനീതാണ്, കെ ജയരാജൻ മാസ്റ്ററോടൊപ്പം. ആൻഡ് ഇവിടെ മാത്രം കണക്കിന് ഫൺ.